ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ്. നമ്മളെ +1 +2 ആ ഒരു ബാച്ചിൻ്റെ അല്ലെങ്കിൽ ഞാൻ പഠിച്ച ക്ലാസ്സിലെ S2B നമ്മളെ എല്ലാവരും നോമ്പർപ്പിക്കലാണെന്ന് അതിന് പോവാണ്. സോ ഗൈസ് നമുക്ക് അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഗൈസ് നമ്മളിതാ പോവാണ്. അപ്പോൾ സാധാരണ എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ബിൻഷ് ഉണ്ടാവലുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് നമ്മളെ കൂടെ ബിൻഷില്ല. അതിനെയും കൊണ്ട് ഞാൻ ഒറ്റക്കാണ് പോണത്. അങ്ങനെ നമ്മളവിടെ പുത്തനത്താഴെയുള്ള ചിക്കാക്കോയിൽ വെച്ചിട്ടാണ് നമ്മളെ മീറ്റപ്പ് അല്ലെങ്കിൽ നമ്മളെ നോമ്പുറ നടക്കുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോത്തിന് ഒരു 10-12 ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും അങ്ങനെ മീറ്റാക്കലൊന്നുമില്ല. എന്നാലും ഓൾമോസ്റ്റ് നമ്മൾ ഓരോരുത്തരുടെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ കാണുകയൊക്കെ ചെയ്യും. അങ്ങനെ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ 2 ചെക്കന്മാരെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് അക്സമിനെ എനിക്ക് തോന്നുന്നു ഞാൻ ആ +2 കഴിഞ്ഞതിന് ശേഷം കണ്ടിട്ടില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുറച്ച് നേരമൊക്കെ സംസാരിച്ചതിന് ശേഷം ഞങ്ങളെ കുട്ടി സാർ വന്നു. ഇതാണ് ഗൈസ് നമ്മളെ കുട്ടി സാർ. നമ്മളെ +1 +2 നമുക്ക് ഇൻചാർജ് ആയിട്ടുണ്ടായിരുന്നതാണ് കുട്ടി സാർ. അപ്പോൾ ഞങ്ങൾ ഇതാണ് മുഖത്തുള്ളൊരു സന്തോഷം കാണണം. എല്ലാവരും കുറേ കാലങ്ങൾക്ക് ശേഷം കാണുന്നതിൻ്റെ സന്തോഷമാണ് ഗൈസ് നിങ്ങൾക്ക് പിന്നെ മുഖത്ത് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതാണ് റുഷ്ത പറഞ്ഞാൽ വളരെയധികം വെറൈറ്റിയാണ്. അതായത് ആക്റ്റീവൻ്റെ സ്കൂട്ടിയും പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഹെൽമെറ്റൊക്കെ ഉള്ളൊരു പ്രത്യേക തരം ഒരു ആളാണ്. അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെയുള്ളൊരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റുഷ്ത പോണത്. പിന്നെ ഇത് പാത്തു 3 മാസം മുന്നേ എൻ്റെ ഒരു ഡ്രസ്സ് കൊണ്ടുപോയിട്ട് ഇതാ ഇപ്പോഴാണ് കൊടുന്ന് തരുന്നത്. എന്തോ അങ്ങനെ ഒരു മീറ്റപ്പ് ഉണ്ടായതുകൊണ്ട് അതൊക്കെ കിട്ടി, അല്ലെങ്കിൽ പിന്നെ അത് കിട്ടലുണ്ടാവില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും പുറത്ത് കുറേ നേരം ഇരുന്ന് സംസാരിച്ചൊക്കെ നിന്ന് എല്ലാവരും വന്നതിന് ശേഷം ബാങ്ക് കൊടുക്കാനുള്ളൊരു ഏകദേശം സമയമായപ്പോൾ ഞങ്ങളെല്ലാവരും കയറിപ്പോക്ക് തുടങ്ങി. എന്നാലും നമുക്ക് സീറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് അവിടെ റിസർവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ ഉള്ളൂ അവിടെ സീറ്റ് കയറി ഇരിക്കാത്തത്. അങ്ങനെ അവസാനം കുറച്ച് നേരം സൈഡിൽ മുക്കിലും മൂലക്കിലൊക്കെ നിന്ന് ശേഷം നമ്മൾ സീറ്റ് കയറിയിരിക്കാൻ പോവാണ്. അപ്പം നമ്മൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഫെബിന. പിന്നെ ഇത് ഷെബ പിന്നെ നമ്മൾ അടുത്തുള്ള ആൾ തന്നെ. ഷെബ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട്. ഫെബിനെ ഞാൻ ആഫ്റ്റർ 2 years ആണ് അതിന് ശേഷമാണ് ഗൈസ് നമ്മൾ കാണുന്നത്. നമ്മൾ ലാസ്റ്റ് ജൂൺ 5, 2023 ഞങ്ങൾ കാണുന്നത്. അതിന് ശേഷം ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ നമ്മൾ ഇന്നാണ് അല്ലെങ്കിൽ അന്നാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അവസാനം നമ്മൾ ആരും ഇരിക്കുന്നത് കാണാതായപ്പോൾ പിന്നെ ഞങ്ങൾ 2 ആളും അങ്ങോട്ട് കയറിയിരുന്ന് നമ്മൾ വന്നിരുന്നപ്പോൾ തന്നെ 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം ബാങ്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ മറ്റേ ഈത്തപ്പായൊക്കെ കഴിച്ചിട്ട് നോമ്പൊക്കെ പറഞ്ഞു. പിന്നെ റിഫക്ക് വെള്ളം കിട്ടാത്ത സങ്കടത്തിലായിരുന്നു. അവസാനം മോൾക്കൊരു ബോട്ടിൽ തണുത്ത വെള്ളമൊക്കെ കിട്ടിയപ്പോൾ അതിൻ്റെ സന്തോഷമാണ് അവളെ മുഖത്തുങ്ങൾ കാണുന്നത്. പിന്നെ നമുക്ക് എന്താണ് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നത്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അതിൽ മുസമ്പി, ബത്തക്ക, പിന്നെ പൈനാപ്പിൾ, ഗ്രേപ്സ് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സമൂസ ഉണ്ടായിരുന്നു, പക്കോട ഉണ്ടായിരുന്നു, ഷമാം ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ റവൻ്റെ ആ സംഭവമില്ലേ അതുണ്ടായിരുന്നു. പക്ഷെ അതിൽ നല്ല രീതിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഷുഗർ കട്ടായതുകൊണ്ട് അത് കുടിച്ചില്ല. പിന്നെ നമ്മൾ സമൂസൊക്കെ തിന്നു. വെജായിരുന്നു ഗൈസ് സമൂസ. റനീന് പിന്നെ ഫുള്ള് പൊക്കവട ആർക്കും വേണ്ട പറഞ്ഞുകൊണ്ട് ഫുള്ള് അകത്താക്കണ പരിപാടിയിലായിരുന്നു. പിന്നെ റുഷ്തക്ക് ഷമാം ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഓൾറെഡി നമുക്ക് ഷമാം ജ്യൂസ് തന്നു. പിന്നെ ഫെബിനക്ക് സമൂസ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അതിക്ക് തന്നു. അവസാനം എനിക്ക് ലക്ഷറി ആയി. കാരണം എനിക്ക് ഫുഡ് 2 ജ്യൂസക്ക് 2 സമൂസക്ക് അങ്ങനെ ഫുള്ള്. നമ്മൾ ഈ സൈഡിലിരുന്നോണ്ട് ആ സൈഡിലുള്ളവരെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമുക്ക് ഓരോന്ന് പോയി കണ്ടു. അവിടെ ചെന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ കുട്ടി സാറും കുട്ടികളും കൂടി വെൽ പ്ലാനിങ് ആണ്. കുട്ടി സാർ ഇങ്ങനെ പറയും നമുക്കൊരു ട്രിപ്പൊക്കെ പോകണം. ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട് ജിഫിന്, ഓനക്ക് മറ്റേ നമ്മളെ ബസ്സിൻ്റെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൻ്റെ ത്രൂവിൽ നമുക്ക് അങ്ങനെ പോകണം. പിന്നെ അതേപോലെ ഫുഡൊക്കെ സാർ സ്പോൺസർ ചെയ്യും. അങ്ങനെ ഓരോരോ പ്ലാനിങ് ഒക്കെ. അപ്പോൾ നമ്മൾ അവിടെ ഉള്ളിൽ നിസ്കരിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പള്ളി അതെ ഗൈസ് ഇതിനെയാണ് നമ്മൾ സെൽഫി പള്ളി ഉണ്ടായിരുന്നത്.
ഗൈസ് നമ്മൾ പോയ റെസ്റ്റോറൻറ്റിൽ നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ നിസ്കാരപ്പള്ളിക്ക് ഇങ്ങനെ തപ്പിപ്പോയി. നമുക്ക് നേരെ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു പള്ളിയൊക്കെ കിട്ടി. നമ്മൾ നേരെ അവിടെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ളവർ വരും. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടോ? വളരെയധികം സന്തോഷം. അതൊക്കെ കാണാൻ പറ്റില്ല ജൂൺ 5-ന് ശേഷം. അതെ, ഞങ്ങള് അവസാനമായിട്ട് കണ്ടത് ജൂൺ 5, 2023 ആയതിനാൽ 2024 വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ മെയിൻ കോഴ്സ്. നല്ല അൽഫാം മന്തി ഒക്കെ ആയിരുന്നു വിത്ത് മയോണൈസ് ആൻഡ് കുറേ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സലാഡും ചട്നിയും ഒക്കെ വന്നത്. അപ്പോൾ നമ്മൾ വിശപ്പ് കാരണം ഉള്ള സാധനങ്ങൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം തന്നെ റിഫ ലെഗ് പീസിന് വേണ്ടിയിട്ട് അടിയായിരുന്നു. അപ്പോൾ ഓൾക്ക് തന്നെ ആദ്യം ഫുഡ് ഇട്ടുകൊടുത്ത്. അപ്പോൾ നമ്മളെ റുഷ്തയാണ് ഫുഡ് സെർവ് ചെയ്യുന്ന ആൾ. കുറേ നേരം എല്ലായിടത്തും കഴിഞ്ഞു. എല്ലാരും നീറ്റ് പോയി. അപ്പോഴും ഇരിക്കാണ്. എന്താണ് ഇത് തീരുവോ? കോൾഡ് കഴിഞ്ഞിട്ട് വേണം നീക്കാൻ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. അവസാനം ഫുഡ് കഴിച്ചാൽ മാത്രം പോരല്ലോ, ഇതിനൊക്കെയുള്ള പൈസ കൊടുക്കണ്ടേ. അങ്ങനെ എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാവും ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ. അതായത് പരിപാടി ലീഡ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ, ക്യാഷ് കളക്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാർ. അങ്ങനെ ഇന്നത്തെ പരിപാടിൻ്റെ ക്യാഷ് കളക്ട് ചെയ്യേണ്ട ഡ്യൂട്ടി അവർക്കായിരുന്നു. അങ്ങനെ അത് പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നേരം എല്ലാവരും കൂടി ഇരുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ സാറിൻ്റെ കൂടെ ഇതേപോലെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളെ വേറൊരു ഫ്രണ്ടാണ് ഈ വരുന്നത്. ഇതാണ് ഇഫ ഹിസാക്ക്. ആൾ അൽമാസിൽ നഴ്സിങ്ങിന് പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓൾക്ക് അവിടെ നോമ്പറക്കലുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന ആ ഒരു സഭയ്ക്കാണ് ആളെത്തിയത്. അപ്പോൾ സാറെ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ സാറെ കണ്ട ആ ഒരു ഫസ്റ്റ് ഇമ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് പിന്നെ നമ്മൾ പ്രകടനങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പിന്നെ നമ്മളെല്ലാവരും കൂടി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഒരു 8 മണി 8:30 ആയപ്പോൾ ഞങ്ങളെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.